എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമില്ല, മധുരം. കൈപ്പാട്ടോ അത്. അതിന് മുഖത്ത് എക്സ്പ്രഷൻ ഒക്കെ ഒന്നും കൂടി ഇവനോട് പറഞ്ഞു. അമ്മയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഐസ്ക്രീം മേടിക്കാൻ പോവാ അല്ലേ? ഐസ്ക്രീം വേണോ അമ്മയ്ക്ക്? വേണോ? എന്നാ നമുക്ക് പോകണ്ട കേട്ടോ. ഐസ്ക്രീം വേണ്ട. വേണോ? വേണം. അപ്പയ്ക്ക് വേണ്ട. എന്താ ചെയ്യുന്നത്? ദേവയ്ക്ക് വേണോ? മതിയോ? പാർക്കിയില്ല മതിയോ? മതിയോ? ആ ഓർഡർ ചെയ്യാൻ പോകാം. ഇത് മേടിക്കട്ടെ? വേണം. ആ എന്നാ അത് മതി. പറഞ്ഞോ. കടയിൽ നിന്ന് അവർ ഇറക്കി വിടും കേട്ടോ ദേവ. അതുകൂടെ വെക്ക്, അതുകൂടെ വെക്ക്. അവിടെ ഇരിക്കുക, കറക്റ്റായിട്ട് ഇരിക്കും. ഇരുന്ന് കുടിക്കും, ഇരുന്ന് കുടിക്കും. അതിന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. മറ്റേതോടെ വെച്ച് ഒരെണ്ണം എടുക്കുക. ദേവ ഒരെണ്ണം എടുക്കുക കേട്ടോ. മറ്റേത് ഞാൻ കുടിക്കും കേട്ടോ. കുടിച്ചില്ലെങ്കിൽ മൊത്തം പെട്ടെന്ന് കുടിച്ചോ. കൈപ്പാട്ടോ അത്. അതിന് മുഖത്ത് എക്സ്പ്രഷൻ ഒക്കെ ഏതിതോ? ഇതല്ലേ ദേവ കുടിക്കാതെ? അത് കയ്പാ. ഇത് കുഴപ്പമില്ല, മധുരം. എല്ലാം ടേസ്റ്റ് ചെയ്തോ? കുഴപ്പമില്ല, എല്ലാം കുഴപ്പമില്ല. എന്നാ പറ്റി? മറിഞ്ഞു വീണോ? മൊത്തം കംപ്ലീറ്റ് ചെയ്തോ? എന്നാ എന്നടാ ബർത്ത്ഡേ കേക്കോ? കൈ കൊണ്ട് എടുത്ത്
എങ്ങനുണ്ട് എങ്ങനുണ്ട് ദേവിക്ക് ഇഷ്ടപ്പെട്ടോ? വായിക്കൂടെ ഒക്കെ ഒഴുകുന്നു നോക്കി. ഐസ്ക്രീം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഐസ്ക്രീം എല്ലാം കഴിച്ചു അടിച്ച് ഫിറ്റ് ആയിട്ടിരിക്കും. ശരി കഴിച്ചു. പക്ഷെ നമ്മുടെ മട്ടത്തം കഴിച്ചു. ആദ്യം ഐസ്ക്രീം മേടിച്ചിട്ട് രണ്ടാമത് ജ്യൂസ് മേടിക്കണം. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കഴിക്കാൻ പറഞ്ഞ് കുടിക്കാൻ പൈനാപ്പിളോ അല്ല എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ? കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷെ ആദ്യം നമുക്കൊരു മണ്ടത്തരം പറ്റിയത്, ആദ്യം നമ്മൾ ആ കോക്കനട്ട് ഐസ്ക്രീം കഴിച്ചിട്ട് വേണമായിരുന്നു നമ്മൾ ആ മിക്സഡ് ഫ്രൂട്ട് മേടിച്ചിട്ട് അത് കഴിക്കാനായിട്ട്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ വലിയ അലമ്പൊന്നും ഇല്ലായിരുന്നു. നല്ല പീസായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവൻ ദേവ അവിടെ ചെന്നോണ്ടുള്ള അലമ്പ് മാത്രമേ ഉള്ളൂ. അതൊരലമ്പല്ല.